നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയ്ക്ക് വന്ന ഒരു കമൻറ്റ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്: 48 വയസ്സുള്ള ഒരാൾക്ക് 2000 രൂപ വെച്ച് മന്ത്ലി അടച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 60 വയസ്സ് തൊട്ട് എന്ത് പെൻഷൻ കിട്ടും? അത് നമുക്ക് ഈ വീഡിയോയിലൊന്ന് പരിശോധിക്കാം. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ICICI പ്രൊഡൻഷ്യലിൻ്റെ മൾട്ടി അസറ്റ് എന്ന് പറയുന്ന ഒരു ഫണ്ടിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്, നിങ്ങളുടെ അറിവിന് വേണ്ടി മാത്രം. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്കറിയാമല്ലോ, മാർക്കറ്റ് റിസ്ക് ആനുപാതികമെന്ന് എല്ലായ്പ്പോഴും അതിൻ്റെ കൂടെ ഡിസ്ക്ലെയിമർ പറയുന്നുണ്ട്. ഒപ്പം ഇത് ലോങ് ടൈമിലേക്ക് എന്താണ് റിട്ടേൺ കൊടുത്തേക്കുന്നത്, നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം, എത്ര വരെ ശതമാനം ഇതിനകത്ത് കിട്ടാം, ഈ കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒന്ന് നോക്കാം. ICICI പ്രൊഡൻഷ്യൽ മൾട്ടി അസറ്റ് ഫണ്ട് ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ 20 വർഷത്തിന് മുകളിലായ ഒരു ഫണ്ടാണത്. നമുക്കിവിടെ കാണാൻ പറ്റും, ലാസ്റ്റ് 1 ഇയറിൽ 28.27% ഈ ഫണ്ട് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് 2 ഇയർ നോക്കുകയാണെങ്കിൽ 24% അത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് 3 ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22.45% കൊടുത്തിട്ടുണ്ട്. 5 ഇയർ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ 21% കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 10 ഇയർ നോക്കാം. 10 ഇയർ നോക്കിയാൽ 15.17% കൊടുത്തിട്ടുണ്ട്. ഇനി 20 ഇയേഴ്സ് നോക്കാം. 20 ഇയേഴ്സിൽ ഈ ഫണ്ട് 19.94% കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രാഫാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഓൾ ടൈം ഗ്രാഫാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നമുക്കൊന്ന് നോക്കാം. ഇത് ലോഞ്ച് ചെയ്തേക്കുന്നത് 2022 നമുക്കിവിടെ കാണാം. 2022 ഇത് ലോഞ്ച് ചെയ്തു. ഇന്നത്തെ ഡേറ്റ് വരെ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും 9 ഓഗസ്റ്റ് 2024. 9 ഓഗസ്റ്റ് 2024 വരെ ICICI പ്രൊഡൻഷ്യൽ മൾട്ടി അസറ്റ് ഫണ്ടിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് നമുക്കവിടെ കാണാം 21.46% കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ അറിവിന് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. 21% മേളിൽ ഇത് സിൻസ് ഇൻസെപ്ഷൻ റിട്ടേൺ കൊടുത്തിട്ടുള്ളൊരു ഫണ്ടാണ്. ഇനി നമുക്ക് നമ്മുടെ കാൽക്കുലേഷനിലേക്ക് വരാം. നമ്മൾ പറഞ്ഞു, അദ്ദേഹം ചോദിച്ചത് 60 വയസ്സ് തൊട്ട് പെൻഷൻ കിട്ടണം അദ്ദേഹത്തിന്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 48 വയസ്സാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം 12 വർഷമാണ്. 12 വർഷം എന്ന് പറയുമ്പോൾ ഇൻറ്റു 12 മാസം ആണ് അദ്ദേഹത്തിന് അടയ്ക്കാൻ പറ്റുന്നത്. അതായത് ടോട്ടൽ 144 മാസം അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് ടൈം കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ കാൽക്കുലേറ്ററിൽ ഒന്ന് നോക്കാം. പീരീഡ് വരുന്നത് 144 മാസമാണ് അദ്ദേഹം അടയ്ക്കുന്നത്. മന്ത്ലി ഡെപ്പോസിറ്റായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് 2000 രൂപ വീതമാണ് ചെയ്യാൻ പറ്റുന്നത്. ആനുവൽ ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ കണ്ടു 21%, 20% ഒക്കെ കണ്ടു. അതൊന്നും നമ്മൾ എടുക്കുന്നില്ല. നമ്മളിവിടെ 15% വെച്ചുള്ളൊരു കാൽക്കുലേഷൻ മാത്രമേ നടത്തുന്നുള്ളൂ. ഒപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇത് 15%-ന് മുകളിൽ റിട്ടേൺ തരാനും അതുപോലെ തന്നെ 15%-ൽ താഴെ റിട്ടേൺ തരാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ലോങ് റണ്ണിൽ നമ്മൾ കണ്ടു 21% അതിപ്പോൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 15% ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഇത് വെച്ച് കണക്ക് കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടാം എന്നൊരു കണക്കിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നമുക്ക് കാണാം 2000 രൂപ വെച്ച് 144 മാസം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു. അതായത് 2,88,000 രൂപ അദ്ദേഹം ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുള്ള തുക എന്ന് പറയുന്നത് വിത്ത് ഇൻട്രസ്റ്റ് 5,19,000 രൂപ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. അങ്ങനെ മൊത്തം 8,07,000 രൂപ അദ്ദേഹത്തിന് മൊത്തം അക്കൗണ്ടിൽ 60 വയസ്സ് പെൻഷൻ ആകുന്ന പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുണ്ട്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് ടേബിൾ നമുക്കൊന്ന് നോക്കാം. ആദ്യ മാസം ഇൻവെസ്റ്റ് ചെയ്തതിന് 25 രൂപ ഇൻട്രസ്റ്റ് കിട്ടി. രണ്ടാമത്തെ മാസം അത് 50 രൂപയായി. മൂന്നാമത്തെ മാസം 75 രൂപയായി. ഇങ്ങനെ ഓരോ മാസവും ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്തു വരുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ ലാസ്റ്റ് മന്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യ മാസം അദ്ദേഹം അടച്ചതിന് 2000 രൂപയാണ്. അതുപോലെ തന്നെ അവസാന മാസം 144-ാമത്തെ മാസം അദ്ദേഹം അടച്ചതും 2000 രൂപ തന്നെയാണ്. പക്ഷേ 144-ാമത്തെ മാസത്തെ അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 9,817 രൂപയാണ് ഒരു മാസത്തെ ഇൻട്രസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അതായത് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ കണക്ക് കൂട്ടാം. ഏകദേശം ഒരു 9,000 രൂപ പിന്നീട് അങ്ങോട്ട്, അതായത് 60 വയസ്സായി പെൻഷൻ ആയതിനു ശേഷം എല്ലാ മാസവും 9,100 രൂപ അല്ലെങ്കിൽ 9,000 രൂപയോളം അദ്ദേഹം വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആസ് എ പെൻഷൻ. എല്ലാ മാസവും അദ്ദേഹം വിഡ്രോ ചെയ്തുകൊണ്ടിരുന്നാലും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുള്ള മാച്യൂരിറ്റി എമൗണ്ട്, മാച്യൂരിറ്റി വാല്യൂ ആയിട്ട് ഇവിടെ കാണിച്ചേക്കുന്ന 7,93,000
97,000 രൂപ. ഓക്കെ, ഈ 7,97,000 രൂപ പിന്നെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കൂടുകയും കുറയുകയുമില്ലാതെ അതുപടി അവിടെ നിൽക്കേണ്ടതാണ്. 15% റിട്ടേൺ പിന്നീട് അങ്ങോട്ട് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്നാൽ. ഓക്കെ, അതായത് ജീവിത അവസാനം വരെ എപ്പോൾ വരെ അദ്ദേഹത്തിന് പെൻഷൻ വേണമെന്ന് തോന്നുന്നു അത്രയും കാലം 9,000 രൂപ വെച്ച് അദ്ദേഹത്തിന് പിന്നീട് മന്ത്ലി പെൻഷൻ എടുത്തുകൊണ്ടിരിക്കാം. ഇനി 60 വയസ്സിന് ശേഷമോ 60 വയസ്സിന് മുമ്പോ എപ്പോഴാണോ അദ്ദേഹത്തിന് പെൻഷൻ വേണ്ട എന്ന് തോന്നുന്നത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുള്ള ഫുൾ എമൗണ്ട് തിരികെ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകാവുന്നതാണ്. 60 വയസ്സിന് ശേഷമാണ് അദ്ദേഹം പെൻഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ കണക്ക് പ്രകാരം കുറഞ്ഞത് 7,97,000 രൂപ കിട്ടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം. ഇനി ജീവിതകാലം മുഴുവൻ അദ്ദേഹം പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കരുതിയാൽ അദ്ദേഹത്തിൻ്റെ കാലശേഷം ഈ 7,97,000 രൂപ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആരെയാണോ അദ്ദേഹം നോമിനിയായി വെച്ചിരിക്കുന്നത് നോമിനിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടാവും. നോമിനിക്ക് വേണമെങ്കിലും ഈ തുക ഫുള്ളായി വിഡ്രോ ചെയ്യുകയോ അതല്ല നോമിനിക്ക് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണെങ്കിൽ എല്ലാ മാസവും മന്ത്ലി പെൻഷൻ പോലെ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന അതേ തുക മന്ത്ലി പെൻഷനായിട്ട് എടുക്കാനും നോമിനിക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ 48 വയസ്സുള്ള ഒരാൾ പെൻഷൻ പ്ലാനിൽ ചേർന്നാൽ 60 വയസ്സിന് ശേഷം 2,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടാവുന്ന മന്ത്ലി പെൻഷനും മെച്യൂരിറ്റി വാല്യൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഒപ്പം തന്നെ ഈ ഒരു പെൻഷൻ പ്ലാനിൽ ചേരുന്നതിന് വേണ്ട സഹായത്തിന് നിങ്ങൾക്ക് തീർച്ചയായും നമ്മളെ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ത്യക്കകത്തോ പുറത്തോ എവിടെയുള്ള വ്യക്തിയായിരുന്നാലും നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള പെൻഷൻ പ്ലാൻ ചെയ്യുന്നതിന് നമ്മളെ വിളിക്കാവുന്നതാണ്. വേണ്ടുന്ന സഹായങ്ങൾ നമ്മൾ തീർച്ചയായും ചെയ്തു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.